ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു. നഗരി കാണിക്കൽ പ്രദക്ഷിണം വൈകിട്ട് നടക്കും. ചാലക്കുടി വടക്കുംചേരി പാതയിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ടോൾ നൽകി ഉപയോഗിക്കുന്ന റോഡിലെ കുരുക്കിൽ പ്രതിഷേധിച്ച യാത്രക്കാർ. പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും. ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകുമെന്ന് പോലീസ്. മലാറിയിലെ മാന്തോപ്പ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു. കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായ മാന്തോപ്പിനായി ചെലവഴിച്ചത് ലക്ഷക്കണക്കിന് രൂപ. സംസ്ഥാന സർക്കാർ വെള്ളാനിയിൽ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 2020 ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി. തുടർച്ചയായ വേലിയേറ്റം മൂലമുള്ള ദുരിതം പേറി കൊടുങ്ങല്ലൂരിലെ പുഴയോരവാസികൾ. മണ്ണ് നീക്കം ചെയ്ത പുഴയുടെ ആഴം കൂട്ടുന്നത് വഴി വേലിയേറ്റം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കാൽവരി മലയിൽ കുരിശിൽ മരിച്ച യേശുവിന്റെ സ്മരണകളും പീഡാനുഭവ യാത്രയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായാണ് വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നത്. രാവിലെ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു. തൃശൂർ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4-ന് തൃശൂർ നഗരത്തിൽ നഗരി കാണിക്കൽ പ്രദക്ഷിണം നടക്കും. വ്യാകുലമാതാ ബസിലിക്കയിൽ നിന്ന് ആരംഭിക്കുന്ന നഗരി കാണിക്കൽ പ്രദക്ഷിണം സ്വരാജ് റൌണ്ട് ചുറ്റി ബസിലിക്കയിൽ സമാപിക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദേശം നൽകും. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, ഫാദർ അഗസ്റ്റിൻ എന്നിവർ സഹകാർമ്മികരായി. കോട്ടപ്പുറം രൂപത ആസ്ഥാനമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദേശീയപാത പട്ടിക്കാട് കല്ലിടക്കിൽ ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങി. സർവീസ് റോഡിലെ ടാറിംഗ് ഇളകിപ്പോയതിനെ തുടർന്ന് രൂപപ്പെട്ട കുഴിയിൽ എറണാകുളം ഭാഗത്തു നിന്നും ഗോതമ്പ് കയറ്റി വന്ന കണ്ടെയ്നർ ലോറി താഴ്ന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. താണിപ്പാടം മുതൽ പീച്ചി റോഡ് വരെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങി. പീച്ചി പോലീസിന്റെയും ഹൈവേ റിക്കവറി വിങ്ങിന്റെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കിയത്. ഭാരവാഹനങ്ങൾ കടത്തിവിടുമ്പോൾ സർവീസ് റോഡ് കൂടുതൽ ബലപ്പെടുത്താത്തതും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താൻ പുതിയ കരാർ കമ്പനി തയ്യാറാകാത്തതുമാണ് ഇത്തരം സംഭവങ്ങൾക്ക് വഴിവെക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. അവധിക്കാലമായതോടെ ആമ്പലൂർ ജംഗ്ഷൻ കടക്കാൻ വാഹനങ്ങൾക്ക് ഏറെ നേരമാണ് എടുക്കേണ്ടി വരുന്നത്. അടിപ്പാതയുടെ ബോക്സ് നിർമ്മാണം പൂർത്തിയായെങ്കിലും സർവീസ് റോഡുകളുടെ പണി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ ദിവസങ്ങൾക്ക് മുൻപേ ടാറിംഗ് പൂർത്തിയാക്കിയെങ്കിലും റോഡിലെ കലുങ്ക് നിർമ്മാണം വലിച്ചു നീട്ടുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുരുക്കേറാൻ കാരണമാകുന്നുണ്ട്. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളും സർവീസ് റോഡിലേക്ക് എത്തുന്നതോടെ ദേശീയപാതയിൽ അഴിയാക്കുരുക്കാകും. പല സമയത്തും തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ തിരക്ക് പുതുക്കാട് വരെ നീണ്ടുപോകാറുണ്ട്. തിരക്കിനിടയിലുണ്ടാകുന്ന ചെറിയ അപകടങ്ങളുമാകുമ്പോൾ വാഹനനിര പിന്നെയും നീളും. അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപേയാണ് സർവീസ് റോഡ് പൊളിച്ചത്. ഡ്രൈനേജുകൾ പൂർത്തിയാക്കാത്തതുമൂലം മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ടോൾപാതയിൽ ദേശീയപാത അതോറിറ്റിയും ടോൾ കരാർ കമ്പനിയും നടത്തുന്ന നവീകരണ പ്രഹസനങ്ങൾക്ക് ഇരയാകുകയാണ് യാത്രക്കാർ. TCV ന്യൂസ്, പുതുക്കാട്.
നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും. പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ടതിന് നടന് നോട്ടീസ് നൽകുമെന്ന് പോലീസ്. കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന ലഹരി പരിശോധനയ്ക്കിടെയാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയത്. പരിശോധനയ്ക്കിടെ എന്തിന് രക്ഷപ്പെട്ടെന്ന് ഷൈൻ വിശദീകരിക്കണം. ഷൈൻ നിലവിൽ തമിഴ്നാട്ടിലാണെന്നാണ് സൂചന. കഴിമ്പ്രം ബീച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന രാമു കാര്യാട്ട് അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഷൈൻ ടോം ചാക്കോ. അവാർഡ് നിശയിൽ ഷൈൻ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഫ്രെയിം ഫില്ലർ പുരസ്കാരത്തിനായി ഷൈനെ തിരഞ്ഞെടുത്തിരുന്നു. ഷൈൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി സംഘാടകർ പറഞ്ഞു. കേരള പിറവി സുവർണ ജൂബിലി സ്മാരകമായ മലാറയിലെ മാന്തോപ്പ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറി. സംസ്ഥാന സർക്കാർ കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായി 50 സ്മാരകങ്ങൾ തീർക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നാട്ടുമാന്തോപ്പ് എന്ന ആശയം സുഗതകുമാരി പങ്കുവച്ചത്. തിരുവില്ലാമല പഞ്ചായത്തിലെ മലാറയിൽ 10 ഏക്കറിൽ 2006 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ തൈ നടാൻ മന്ത്രിമാർക്കൊപ്പം സുഗതകുമാരി എത്തുകയും ചെയ്തിരുന്നു. മാന്തോപ്പിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയും സംസ്കാരവും പഠിക്കാനുതകും വിധം സർവകലാശാല നിലവാരത്തിലുള്ള പഠന കേന്ദ്രം സ്ഥാപിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രിമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിലെ തന്നെ പല വിധത്തിലുള്ള 1000-ൽ-അധികം നാട്ടുമാവിൻ തൈകൾ നട്ട് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് 200ഓളം മാവുകൾ മാത്രമേ ഉള്ളൂ. കാട് കയറി കാട്ടുപന്നികളുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമായി ഇവിടം മാറി. ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉദ്ദേശിച്ച് വിനോദസഞ്ചാരികൾക്കായി എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു കെട്ടിടവും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ സാമൂഹിക വിരുദ്ധർ അതിന്റെ പൂട്ടുകളെല്ലാം പൊളിക്കുകയും ബാത്റൂമുകളെല്ലാം നാശമാക്കിയ അവസ്ഥയിലാണ്. സാധാരണക്കാരന്റെ നികുതി പണമായ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പല സംവിധാനങ്ങൾ വഴി ഇവിടെ മുടക്കിയിരിക്കുന്നത്. കൈത്തറി വില്ലേജ് എന്നും ടെമ്പിൾ വില്ലേജ് എന്നും പേരുള്ള തിരുവില്ലാമലയിൽ ടൂറിസത്തിന് ഏറെ സാധ്യതകൾ ഉള്ള സ്ഥലമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് മാന്തോപ്പിനെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചേലക്കര. കാർളം വെള്ളാനിയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 2020 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണ പദ്ധതിയാണ് തൂണുകളും ഇരുമ്പ് ചട്ടക്കൂടുകളുമായി അവശേഷിക്കുന്നത്. കാറളം പഞ്ചായത്ത് വെള്ളാനിയിൽ നൽകിയ 84 സെന്റ് സ്ഥലത്താണ് 2 ബ്ലോക്കുകളിലായി 74 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 9,20,00,000 രൂപ ചെലവഴിച്ച് 500 സ്ക്വയർ ഫീറ്റിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാനായിരുന്നു പദ്ധതി. കിഫ്ബിക്കായിരുന്നു നിർമ്മാണ ചുമതല നൽകിയത്. അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 6 മാസം കൊണ്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. എന്നാൽ വർഷം 5 കഴിഞ്ഞിട്ടും ഫ്ളാറ്റിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. മതിയായ തൊഴിലാളികൾ ഇല്ലെന്ന കാരണം പറഞ്ഞ് കമ്പനി ആദ്യഘട്ടത്തിൽ തന്നെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതാണ് നിർമ്മാണം നിലയ്ക്കാൻ പ്രധാന കാരണം. ഇതോടെ സർക്കാരോ പഞ്ചായത്ത് അധികൃതരോ നിർമ്മാണം പുനരാരംഭിക്കാൻ യാതൊരു നടപടിയും ചെയ്തില്ല. വടക്കാഞ്ചേരിയിലെ ലൈഫ് ഫ്ളാറ്റ് പോലെയാണ് കാറളം വെള്ളാനിയിലെ ഫ്ളാറ്റുകളുടെ അവസ്ഥ. ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലെ വീടും സ്ഥലവും ഇല്ലാത്ത നിരവധി കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ളവർ ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്തിരുന്നതായി പഞ്ചായത്ത് മെമ്പറും BJP നേതാവുമായ അജയൻ തറയിൽ പറഞ്ഞു. ഫ്ളാറ്റ് ലഭിക്കുമെന്ന വിശ്വാസത്താൽ നിരവധി പേരും ഇപ്പോഴും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. 72 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് കൊടുക്കാമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിട്ടുള്ളത്. 2020 അതിൻ്റെ മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. ഇതുവരെയും ഒരു പണി നടന്നിട്ടില്ല. അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ വേറൊരു വീടിന് വേണ്ടിയിട്ട് ധനസഹായത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു അപേക്ഷ കാര്യങ്ങൾ ഇവർ കൊണ്ടുപോകാണ്ട് ഇവരൊക്കെ വാടക വീട്ടിൽ ഇപ്പോൾ കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ വാടക വീട്ടിലുള്ളവരോടൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴേക്കും പറയുന്നത്. ഫ്ളാറ്റ് നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമര പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വേലിയേറ്റം പതിവാകുമ്പോൾ കൊടുങ്ങല്ലൂരിന്റെ പുഴയോരങ്ങളിലെ ജീവിതം ദുരിതപൂർണമാകുന്നു. നാളിതുവരെ ഇല്ലാത്ത വേലിയേറ്റത്തിൽ പുഴയോരം മുങ്ങുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. കനോലി കനാലിന്റെയും കാഞ്ഞിരപ്പുഴയുടെയും തീരപ്രദേശങ്ങളിലാണ് വേലിയേറ്റം ദുരിതം സൃഷ്ടിക്കുന്നത്. 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഗോത്തുരുത്ത്, കൊടുങ്ങല്ലൂരിലെ ഉഴുവത്തുകടവ്, കാവിൽക്കടവ്, എൽത്തുരുത്ത്, ആനാപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വേലിയേറ്റം ശക്തമായിട്ടുള്ളത്. കടൽവെള്ളം പുഴയിലേക്ക് അളവിലധികം ഒഴുകിയെത്തുന്നത് മൂലമാണ് വേലിയേറ്റമുണ്ടാകുന്നത്. വർഷം തോറും ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്.
ചിലയിടങ്ങളിൽ വെള്ളം വീട്ടിനകത്ത് വരെ എത്തും. കടലിൽ ജലനിരപ്പ് ഉയരുകയും പുഴയുടെ ആഴം കുറയുകയും ചെയ്തതോടെ വേലിയേറ്റം കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. 2018 പ്രളയത്തോടെയാണ് മണ്ണിടിഞ്ഞ പുഴ ആഴം കുറഞ്ഞ നിലയിലായത്. മുൻകാലങ്ങളിൽ പുഴയിൽ നിന്ന് മണ്ണും ചെളിയും എടുക്കുക പതിവായിരുന്നു. നിയമതടസ്സം മൂലം മണ്ണെടുപ്പിന് നിയന്ത്രണം വന്നതോടെ പുഴയുടെ അടിത്തട്ടിൽ മണ്ണ് വന്നടിയുകയും പുഴയ്ക്ക് ആഴം കുറയുകയും ചെയ്തു. മണ്ണ് നീക്കം ചെയ്ത് പുഴയുടെ ആഴം കൂട്ടുന്നത് വഴി വേലിയേറ്റം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. വേനൽക്കാലത്ത് പോലും ഇവിടെ ഈ പുഴയിൽ നിന്ന് ഈ കരയിലേക്ക് ഈ പാവപ്പെട്ട ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ഈ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് വെള്ളം കയറുന്നത്. ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ പുഴയുടെ ആഴം കൂട്ടി അതിൻ്റെ ഇരുകരകളും നല്ല രീതിയിൽ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പുഴയ്ക്ക് ആഴം കൂടുന്നതോടെ കോട്ടപ്പുറം പൊന്നാനി ജലപാതയിലൂടെ സുഗമമായ യാത്രയ്ക്ക് വഴിയൊരുങ്ങുകയും ചെയ്യും. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടായിട്ടില്ല. വേലിയേറ്റം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾ കുടിയൊഴിയേണ്ട അവസ്ഥയിലാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചെറുതുരുത്തി പള്ളത്ത് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. റോഡിലുണ്ടായിരുന്ന നിരവധി വാഹനങ്ങളും ഇടിച്ച് തകർത്തു. ഇന്നലെ രാത്രിയോടെ പള്ളം ഭാഗത്തു നിന്ന് ചെറുതുരുത്തിയിലേക്ക് അമിത വേഗതയിൽ വന്ന കാറാണ് യാത്രക്കാരെയും വാഹനങ്ങളെയും ഇടിച്ചു തെറിപ്പിച്ചത്. പള്ളം എസ്റ്റേറ്റ് പടി സ്വദേശി പാലത്തിങ്കൽ റസീം എന്ന യുവാവാണ് വാഹനം ഓടിച്ചിരുന്നത്. നിർത്താതെ പോയ വാഹനത്തെ ചെറുതുരുത്തി CIയും നാട്ടുകാരും ചേർന്ന് പിടികൂടി. വണ്ടി ഓടിച്ചിരുന്നയാളെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബഹളം വെച്ചു. ആളുകളുടെ ബഹളത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. പള്ളം വയ്യാട്ടുകാവിൽ അബ്ദുള്ളക്കുട്ടി, ചുട്ടപ്പറമ്പിൽ ഷബീർ, അബൂബക്കർ തുടങ്ങി നിരവധി പേർക്ക് പരിക്കേറ്റു. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് വെച്ച് വാഹനം നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തി വാഹനത്തിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തു. കടങ്ങോട് വെള്ളാറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഒപ്പുശേഖരണവും പ്രതിഷേധവും ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ പറഞ്ഞു. BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി 3.5 കോടി രൂപ AC മൊയ്തീൻ MLA വകയിരുത്തിയിരുന്നു. ഇതിനുവേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ്. നിലവിൽ റോഡരികിൽ കാന കീറി ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ നടക്കുന്നുണ്ട്. ഇത് പൂർത്തിയാക്കിയാൽ നിർമ്മാണത്തിനാവശ്യമായ നടപടികളിലേക്ക് കടക്കും. വെള്ളാർക്കാട് സബ് സെന്റർ നിർമ്മാണ ഉദ്ഘാടനത്തിൽ MLA ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത വാർഡംഗം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നതാണിത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കെ തങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പണികൾ പുനരാരംഭിക്കുന്നതെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് സമരാഭാസം നടത്തുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഭാഗം ഒരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ ഒരു കപട സമരമായിട്ടാണ് പറയാനുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമരമുറ എന്ന രീതിയിലാണ് പറയാനുള്ളത്. കഴിഞ്ഞ സബ് സെൻറ്റർ നിർമ്മാണ ഉദ്ഘാടനത്തിൽ കുന്നംകുളം MLA AC മൊയ്തീൻ 3,54,00,000 രൂപ പാസ്സായതായും ആ ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഈ പണി ആരംഭിക്കാനുള്ള അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ഈ ആഭാസ സമരം. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമര രീതി അല്ലെങ്കിൽ സമരമാണ് എന്നാണ് പറയാനുള്ളത്. ഈ യോഗത്തിനകത്ത് വാർഡ് മെമ്പറും കോൺഗ്രസിൻ്റെ പ്രതിനിധികളും എല്ലാം പങ്കെടുത്ത യോഗത്തിലാണ് MLA പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രീതിയിലുള്ള സമരങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപകടങ്ങൾ പതിവായ തൃപ്രയാർ സെന്ററിൽ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയോ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകട സാധ്യത ഏറെയുള്ളതും ഏറ്റവും തിരക്കേറിയ സ്ഥലവുമാണ് തൃപ്രയാർ സെന്റർ. 10 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിക പഞ്ചായത്ത് അധികൃതർ തിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച സിഗ്നൽ സംവിധാനവും ഡിവൈഡറും ഇന്ന് ഉപയോഗശൂന്യമായ നിലയിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷത്തിനകം തന്നെ സിഗ്നൽ സംവിധാനം താറുമാറായി. ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് പഞ്ചായത്തും പോലീസും സംയുക്തമായി സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളും പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. ക്യാമറകൾ സ്ഥാപിച്ച ഇരുമ്പ് തൂണുകൾ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായി. സിഗ്നൽ ലൈറ്റുകൾ കത്താതായതോടെ രാത്രിയിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ചുള്ള അപകടങ്ങൾ തുടർക്കഥയായി മാറി. ഡിവൈഡറിനോട് ചേർന്നുള്ള അശാസ്ത്രീയമായ ബസ് സ്റ്റോപ്പുകൾ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. അടിയന്തരമായി അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് രാത്രികാല യാത്രികരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃപ്രയാർ.
ദുഃഖവെള്ളിയോടനുബന്ധിച്ച് തൃശൂർ വ്യാകുല മാതാ ബസിലിക്കയിൽ രക്തദാന ക്യാമ്പ് നടത്തി. ഹെൽത്ത് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാറ്റോണി നീലങ്കാവിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കെയർ സൊസൈറ്റി സെക്രട്ടറി ഫാദർ തോമസ് കാക്കശ്ശേരി, ജനറൽ കൺവീനർ പോൾസൺ നാലപ്പാട്ട്, പ്രസിഡന്റ് ടി.കെ. അന്തോണിക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ബൈക്ക് കുറുകെ നിർത്തി ബസ് തടഞ്ഞ യുവാവിന്റെ പരാക്രമം. ഏറെ നേരം ബസ് തടഞ്ഞു നിർത്തി മലപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. നാടകാഭിനേതാവും രചയിതാവുമായ പെരുവല്ലൂർ ശശി തച്ചപ്പള്ളിയുടെ ആദ്യത്തെ പുസ്തകം നിളയുടെ മാറിലൊരു തീകോളം എന്ന നോവലിന്റെ പ്രകാശനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജൻ നിർവഹിച്ചു. MLA മുരളി പെരുന്നലി പുസ്തകം ഏറ്റുവാങ്ങി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ പ്രസാദ് കാക്കശ്ശേരി, കെ. സുരേഷ്, ഷിനോദ് എളവള്ളി, കെ. സുരേഷ്, രഘു കൃഷ്ണവിലാസം, ശശി തച്ചപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ പാരമ്പര്യമുള്ള വീട്ടിൽ ജീവിക്കാതെ ഇരിക്കുന്നവൻ വരെ ശബ്ദം വിധത്തി. IMA കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 12ഓളം സംഘടനകൾ ലഹരിക്കെതിരെ കൈകോർക്കുന്നു. ലഹരിക്കെതിരെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ അറിയിച്ചു. സന്നദ്ധ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് നാളെ റാലിയും സമ്മേളനവും നടക്കും. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടക്കുന്ന സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഉദ്ഘാടനം ചെയ്യും. IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PK മുഹമ്മദ് റഷീദ്, കൊടുങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ നദീം ബാനു, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ അർജുൻ പ്രകാശ്, IMA പ്രതിനിധി ഡോക്ടർ പവൻ ശ്രീരുദ്രൻ, ഡോക്ടർ ഇന്ദുജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലുകാരൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ സെലസ്റ്റി, ബ്രദർ ജീസൺ പുത്തൂർ, ട്രസ്റ്റിമാരായ ജിനോ വടക്കൂടൻ, വിൻസെന്റ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് തിരുവല്ലാമല സെന്റ് ജോർജ് ദേവാലയത്തിൽ പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ നടന്നു. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ജോയ്, ഫാദർ ബിനു, കൈക്കാരന്മാരായ സാലി കൊച്ചുകറത്തേടത്ത്, തോമസ്, ജോബി എന്നിവർ നേതൃത്വം നൽകി. BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആനുവൽ റിവ്യൂ മീറ്റിംഗും വിഷു ആഘോഷവും തൃശൂരിൽ നടന്നു. ജോയ്സ് പാലസിൽ നടന്ന ചടങ്ങിൽ സിനിമാ സീരിയൽ താരം ആനന്ദ് വിശിഷ്ടാതിഥിയായി. BKD ചെയർമാൻ PS ബിന്ദുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. BKD വൈസ് ചെയർപേഴ്സൺ പ്രവീണ വിജയൻ, മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ദാസ്, ജനറൽ മാനേജർമാരായ ഡയാന മിനു, സുഭാഷ് രവി, ഷാമിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. വിഷു കൈനീട്ടം വിതരണവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാരെ അനുമോദിക്കലും നടന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ വിഷു സദ്യയും ഉണ്ടായി. 4ാം വർഷത്തിലേക്ക് കടന്ന BKD ജ്വല്ലറി ഉൾപ്പെടെയുള്ള കൂടുതൽ ബൃഹത് പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിൽ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾക്കുള്ള പുട്ട്, പത്തിരി, അപ്പം, പാലപ്പം പൊടികളടങ്ങിയ BKD FMCG ഉൽപ്പന്നങ്ങളും ഒമാം വാട്ടർ, ഡൈബോ കെയർ, ബനാന സ്റ്റെം എക്സ്ട്രാക്ട് ജ്യൂസ്, പൈലെക്സ് ജ്യൂസ്, സ്ലിം ഫിറ്റ് ജ്യൂസ് എന്നിവയോട് കൂടിയ BKD ഹെർബൽസും വിപണിയിൽ ജനപ്രീതി നേടിക്കഴിഞ്ഞു. കൂടാതെ വയനാട് മാനന്തവാടിയിലെ ഗ്രീൻ കബാന റിസോർട്ട്, കുശാൽ നഗറിലെ ഹോട്ടൽ റോയൽ ട്രീറ്റ്, ആലത്തൂരിലെ ഡയറി ഫാം, പുതുക്കാട് പ്രവർത്തിക്കുന്ന ജ്യൂസ് ആൻഡ് മിനറൽ വാട്ടർ എന്നിവ BKDയുടെ സ്വന്തം സ്ഥാപനങ്ങളാണ്. ഇതിനു പുറമെ ഫാം ടൂറിസത്തിന്റെ ഭാഗമായി തെങ്കാശിയിൽ 130 ഏക്കർ ഭൂമിയും BKDക്കുണ്ട്. ഇങ്ങനെ ജനകീയതയും വിശ്വാസവും ആർജിച്ച് മുന്നേറുകയാണ് BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വിശ്വനാടക ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകനായിരുന്ന ഗിരീഷ് കർണാടിന്റെ നാമധേയത്തിലുള്ള തിയേറ്റർ സ്മാരക വേദി 5ാമത് അവാർഡിന് കവിയും ഗാനരചയിതാവും നാടൻപാട്ട് കലാകാരനുമായ രമണൻ തളിക്കുളത്തിനെ തിരഞ്ഞെടുത്തു. ജൂറി അംഗങ്ങളായ ഡോക്ടർ T. ആരോമൽ, ഡോക്ടർ തുളസീധരക്കുറുപ്പ്, സബീർ കലാകുരി,
കലാകുടീരം എന്നിവർ ചേർന്നാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. രമണൻ തളിക്കുളം എഴുതിയ എന്നും എന്റെ മൊയ്തീൻ എന്ന കവിതയ്ക്കാണ് അവാർഡ്. മെയ് 29 പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ അവാർഡ് വിതരണം ചെയ്യും. ഏങ്ങണ്ടിയൂർ കാരുണ്യ സഹായ വിതരണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് വിഷു ഈസ്റ്റർ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. വാടാനപ്പള്ളി പോലീസ് SHO BS ബിനു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഗൾഫാർ ബാബു, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB സുരേഷ്, MA ബാബു, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കരുണയുടെ കരങ്ങൾ തേടി ഒറ്റപ്പാലം പാലപ്പുറം കിഴക്കുമുറി വീട്ടിൽ സുരേഷ് കുമാറിന്റെയും ദാക്ഷായണിയുടെയും മകൻ ശ്രീജിത്ത് എന്ന 20 വയസ്സുകാരൻ. പോളി ആർത്രൈറ്റിസ് രോഗം ബാധിച്ച് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ് ശ്രീജിത്ത് ഇപ്പോൾ. സന്ധികളിൽ ബാധിച്ച പോളി ആർത്രൈറ്റിസ് രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ 15 ലക്ഷം രൂപ ചികിത്സാ ചിലവ് വരും. ക്യാൻസർ 3ാം ഘട്ട ചികിത്സയിൽ കഴിയുന്ന അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അടങ്ങുന്ന കുടുംബം നിത്യവൃത്തിക്ക് പോലും സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ. ശ്രീജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ജയരാജൻ പ്രസിഡന്റ്, ഉദയപ്രകാശ് സെക്രട്ടറിയായും മണികണ്ഠൻ ട്രഷററായും ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ഒറ്റപ്പാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സുമനസ്സുകൾക്ക് 4398908473 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ചേലക്കര. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8920 രൂപ, പവന് 71,360 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു. നഗരി കാണിക്കൽ പ്രദക്ഷിണം വൈകിട്ട് നടക്കും. ചാലക്കുടി വടക്കഞ്ചേരി പാതയിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു. ടോൾ നൽകി ഉപയോഗിക്കുന്ന റോഡിലെ കുരുക്കിൽ പ്രതിഷേധിച്ച യാത്രക്കാർ. പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോൺ ചാക്കോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും. ഷൈൻ ടോൺ ചാക്കോയ്ക്ക് നോട്ടീസ് നൽകുമെന്ന് പോലീസ്. മലാറിയിലെ മാന്തോപ്പ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു. കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായി മാന്തോപ്പിനായി ചെലവഴിച്ചത് ലക്ഷക്കണക്കിന് രൂപ. സംസ്ഥാന സർക്കാർ വെള്ളാനിയിൽ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 2020 ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി. തുടർച്ചയായ വേലിയേറ്റം മൂലമുള്ള ദുരിതം പേറി കൊടുങ്ങല്ലൂരിലെ പുഴയോരവാസികൾ. മണ്ണ് നീക്കം ചെയ്ത പുഴയുടെ ആഴം കൂട്ടുന്നത് വഴി വേലിയേറ്റം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.